റാക്കിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വെഞ്ചറാണ് പെർപെക്സ്. സോ ഏതെല്ലാം രീതിയിലാണ് റാക്കിൽ വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് പെർപെക്സ് അസിസ്റ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പെർപെക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 2 years ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ലൈവായിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഈസിയാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിലോട്ട് വരികയാണെങ്കിൽ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനി ഫൗണ്ടർ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്ന സ്റ്റാഫുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതോ, അവരുടെ വർക്ക് എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ മുതൽ ഇപ്പോൾ ലൈക്ക് SOPs, KPIs, പോളിസീസ്, ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രോപ്പർ ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ ചെയ്ത് മാർക്കറ്റിനെ പഠിച്ച് നല്ലൊരു സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് ക്വിക്കായിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിലൂടെ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനീഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണെങ്കിൽ. ഓൺസ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റി സ്റ്റാഫ്സ് വേണമെന്നുള്ളതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്യൂലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞാൽ റാക്കിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ചെയ്യുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓരോ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചും അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് മാൻ പവർ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ആ വിഷൻ കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഫൗണ്ടർ അയാളുടെ വിഷൻ ആ ടീമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രോസസ്സ് എന്നുള്ളതിൽ എന്ത് വേണം, ക്ലാരിറ്റി വേണം. അപ്പോൾ വിഷൻ കാസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡ്യൂലി ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സോഴ്സിങ് ചെയ്ത് അവരെ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂസിലൂടെ കൊണ്ടുപോയി ഫൈനൽ ഇൻ്റർവ്യൂ എംപ്ലോയറുമായിട്ട് കൂടെ കണക്ട് ചെയ്ത്, ലൈക്ക് ആ ഫൗണ്ടറുമായിട്ട് കൂടെ കണക്ട് ചെയ്തിട്ട് ആ ഫൗണ്ടറെ ക്യാരക്ടർ ഫിറ്റിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പെർപെക്സിൻ്റെ ഭാഗത്ത് നിന്ന് HR ചെയ്യുന്ന സർവീസുകളിൽ ഈ ഡോക്യുമെൻറ്റേഷൻ, ഈ സ്റ്റാഫിംഗ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാവും മെയിനായിട്ട് വരുന്നുണ്ട്.